Hello everyone, this is Mohammed Alfan. Welcome to Just2min Excel Tips. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എങ്ങനെ നമുക്കൊരു ഡാറ്റാബേസിന് ഡാറ്റ കീപ്പ് ചെയ്തിട്ട് ഫോമുല ഒഴിവാക്കാം എന്നുള്ളതിൽ. ദിസ് എ 3 മെത്തേഡ്. അതിന് മുന്നേ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ്, അവരുടെ സാലറി കോമ്പണൻസ്, ഏറ്റവും ലാസ്റ്റുള്ളത് ഗ്രോസ് സാലറി. ഈ കോളത്തിലാണ് ഫോമുല കണ്ടെയ്ൻ ചെയ്തത്. എനിക്ക് ഇവിടെ ഈ ഒരു ഫോമുല പോലെ നോക്കിയാൽ കാണാം ഈസിക്കൽ സം എന്നുള്ള ഫംഗ്ഷൻസ് ആണ് അപ്ലൈ ചെയ്തത്. എനിക്കിത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് ഏത് കോളത്തിലാണ് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ശേഷം Ctrl+C, ഗോ ടു ഹോം, പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം പേസ്റ്റ് വാല്യൂ സെക്ഷൻ കാണും. അവിടെ ഫസ്റ്റ് ഓപ്ഷന് വാല്യൂ പ്രസ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഫോമുല ഒഴിവായി. റൈറ്റ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. Ctrl+C, റൈറ്റ് ക്ലിക്ക് ചെയ്യുക മൗസിൻ്റെ, പേസ്റ്റ് സ്പെഷ്യൽ, ക്ലിക്ക് ഓൺ വാല്യൂ. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഫോമുല കംപ്ലീറ്റ് പോയി. ഇപ്പോൾ കാണിച്ച രണ്ടാമത്തെ മെത്തേഡ് അധികം ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി മൂന്നാമത്തെ സംതിങ് ഇൻട്രസ്റ്റിങ്ങും അതേമാതിരി തന്നെ കുറച്ച് ഫാസ്റ്റ് മെത്തേഡാണ്. എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം കേഴ്സർ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി നമ്മൾ ഈ സെലക്ട് ചെയ്ത ആ ഒരു സെക്ഷൻ്റെ എഡ്ജിലേക്ക് മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐക്കൺ കാണാം. റൈറ്റ്. അതിനുശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ടിലേക്ക് മോഹിപ്പിക്കുക. ഞാൻ റിലീസ് ചെയ്തില്ല മൗസ്, ബാക്കിലേക്ക് മോഹിപ്പിക്കുക. ശേഷം റിലീസ് ചെയ്യുക മൗസ്. ഇവിടെ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് പോപ്പപ്പ് ചെയ്ത് കാണാം. കോപ്പി ഹിയർ എസ് എ വാല്യൂ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോമുല ഒഴിവാക്കപ്പെട്ട് കാണാൻ പറ്റും. കോപ്പി ഹിയർ എസ് എ വാല്യൂ പ്രസ് ചെയ്തു, ഇവിടെ ഫോമുല പോയി. റൈറ്റ്. നിങ്ങളിപ്പോൾ കാണിച്ച ഏത് 3 മെത്തേഡും അപ്ലൈ ചെയ്യുന്നതാണ്. ഏറ്റവും ലാസ്റ്റാണ് കുറച്ചും കൂടി എളുപ്പമായി തോന്നുന്നത്. റൈറ്റ്. ഇനി വേറൊരു കാര്യം കൂടി കാണിക്കാനുള്ളത്, എനിക്കറിയണം ഒരു പർട്ടിക്കുലർ സെല്ലിത്തെ ഫോമുല കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഡാറ്റ എവിടുന്ന പിക്കപ്പ് ചെയ്യുന്നത്. അതായത് 1,12,000 എങ്ങനെ കിട്ടിയെന്ന് അറിയണം. അപ്പം ഇവിടെ കേഴ്സർ വെച്ചിട്ട് F2 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഡാറ്റ ഞാൻ പിക്കപ്പ് ചെയ്തത്. വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ 1 അടിച്ചു, 3 and 4. ഇതിൻ്റെ സം ഞാൻ ഇവിടെ ഇടുന്നത് സിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ് 1 + 3 + 4 ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇവിടെ ആൻസർ കിട്ടി. പക്ഷെ എനിക്കറിയണം ഇത് എവിടുന്ന ഡാറ്റ വന്നത്. അപ്പോൾ എവിടെയാണോ ഫോമുല കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സെല്ല് അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക. ശേഷം F2 പ്രസ് ചെയ്താൽ മതി. റൈറ്റ്. ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓൾ ദി ബെസ്റ്റ്.